ഇടപാടുകൾ എഴുതുന്നതിനെ കുറിച്ച് പറയാണ്. ഇടപാടുകൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ രൊക്കമായിട്ട് തീരുന്നതാണെങ്കിൽ അത് നിങ്ങൾ എഴുതി വെക്കാതിരുന്നാലും പ്രശ്നമില്ല. എന്നാൽ പിന്നത്തേക്കുള്ളതാണെങ്കിൽ അത് എഴുതി വെക്കണം. ഇത് ഏത് കാലത്താണ് പറയുന്നതെന്നറിയോ? അന്ന് മൊബൈലില്ല, വാട്സപ്പ് ഇല്ല, ടെക്സ്റ്റ് മെസ്സേജ് ഇല്ല, സ്ക്രീൻഷോട്ട് ഇല്ല. അന്ന് 98% ആളുകൾ നിരക്ഷരരാണ്, 2% പേരെ സാക്ഷരരുള്ളൂ. അന്ന് എഴുത്തുകാരെ വെച്ച് എഴുതിപ്പിക്കാനാണ് പറയുന്നത്. എഴുത്തുകാരെ വെച്ച് എഴുതിപ്പിക്കാനാണ് പറയുന്നത്. ഇതേ എഴുതാൻ ഉദ്ദേശിച്ച പോലെ ഇവർക്ക് എഴുതാൻ അറിയില്ല. എഴുതാൻ അറിയാത്ത ആൾക്കാരോടാണ് എഴുതി വെക്കാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ നമുക്ക് എഴുതി വെക്കാൻ അറിഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കുന്നില്ല. അളിയനാണ് ആ ബിസിനസ്സിൽ പൈസ കൊടുത്തത്, അതെങ്ങനെ എഴുതി വെക്കും? പിന്നത്തേക്കുള്ളതാണെങ്കിൽ, പിന്നെ നിലനിൽക്കുന്ന ഒരു ഇടപാടാണെങ്കിൽ എഴുതി വെക്കണം. ഈവൺ നമ്മൾ ദീനപരമായ ഇടപാടാണെന്ന് കരുതുക, ഒരാളൊരു ജോലി ഏൽപ്പിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ എന്താണ് അതിന് കൊടുക്കുന്ന വേതനം, ആനുകൂല്യം, എന്താണ് അവരുടെ ജോലി, അത് കൃത്യമായിട്ടൊരു കോൺട്രാക്റ്റ് ആക്കലാണ് പിന്നെ അസ്വാരസ്യങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഇനി ഇടപാടാണെങ്കിൽ പറയാനില്ല. ഇതാ തദായന്തും ബിദൈനൻ ഇല അജലി മുസമ്മൻ, പിന്നത്തേക്കുള്ള ഇടപാടാണെങ്കിൽ നിങ്ങളത് എഴുതി വെക്കൂ എന്ന് എഴുത്തും വായന ഇല്ലാത്ത കാലത്ത് പറഞ്ഞ് വിശദമായിട്ട് ഒരു പേജും അതിനുശേഷം 1.25 പേജ് അതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ യാത്രയിലാണ്, എഴുത്തുകാരെ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും പണയമായിട്ടെങ്കിലും വെക്കാൻ പറഞ്ഞു. യാത്രയിലാണ്, എഴുത്തുകാരെ കിട്ടിയില്ലെങ്കിൽ ബദൽ സംവിധാനം എന്താണെന്ന് വരെ പറഞ്ഞിട്ടും നമ്മൾ എഴുത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കുകയാണെന്ന് അർത്ഥം. എന്താ സംഭവിക്കാമെന്നറിയോ? ഇപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ട്, പെട്ടെന്ന് കറണ്ട് പോലെ ഇരുട്ടാകും. അപ്പോൾ നമ്മൾ ഇൻവേർട്ടർ വെക്കും. ഇൻവേർട്ടർ എന്തിനാണ് വെക്കുന്നത്? കറണ്ട് ഇല്ലാത്തപ്പോൾ തൽക്കാലം ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്, ശാശ്വതമായിട്ടില്ല. പിന്നെ കറണ്ട് വരും, അപ്പോൾ നമുക്ക് വെളിച്ചം കിട്ടും. ഇതേപോലെയാണ് നമ്മൾ സ്നേഹമുണ്ട്, ഓക്കെ, സ്നേഹം നല്ല തന്നെ, വെളിച്ചമൊക്കെ ഉണ്ട്. സ്നേഹം പോയാൽ പെട്ടെന്ന് ഇരുട്ടായി പോരുത്. പകരം ഈ അടിയിൽ എഴുത്ത് വേണം, മനസ്സിലായില്ല? ഈ എഴുത്തുണ്ടെങ്കിൽ എന്താവും? സ്നേഹം പോയി കഴിഞ്ഞാൽ എഴുത്ത് വർക്ക് ചെയ്തോളും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്നേഹം തിരിച്ചു വരും. ഇത് സ്നേഹമുണ്ട്, എഴുത്ത് വെച്ചില്ല, നിയമം വെച്ചില്ല. സ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെ അടിച്ച് പിരിയാനല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. പല പ്രവർത്തനങ്ങളിലും പല പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലും മീറ്റിംഗ്, മിനിറ്റ്സ് ബുക്ക്, എഴുത്ത്, രേഖ ഇല്ലാത്തത് കൊണ്ട് നല്ല സ്നേഹത്തിലും വിശ്വാസത്തിലും പോയി. സ്നേഹം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാ പ്രശ്നം ഉണ്ടായെന്ന് പോലും തിരിയുന്നില്ല. എന്താ പ്രശ്നം, എന്താ വ്യവസ്ഥ എന്ന് പോലും മനസ്സിലാത്ത രീതിയിലേക്കായി പോവാണ്. അത്ര പ്രധാനപ്പെട്ടതാണ് എഴുത്ത്. ഇടപാടുകളിൽ, വ്യവസ്ഥകളിൽ, കരാറുകളിൽ എഴുതി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, എഴുത്തുമാൻ ഇല്ലാത്ത കാലത്ത് ഖുർആൻ പറഞ്ഞ സംഗതിയാണ്. تبيك لشكر صدقا وفاك بكر علماء دي وبند علماء دي وبند